الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നോട് തന്നെയും പിന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തആല നമ്മൾ നോറ്റ നോമ്പും നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ ഇബാദാത്തുകളും നമ്മുടെ അമലുകളുമെല്ലാം അതിലെ ന്യൂനതകളും പോരായ്മകളും ഒക്കെ പുറത്തു തന്നുകൊണ്ട് അതെല്ലാം നമ്മുടെ പരലോകത്തേക്ക് മുതൽക്കൂട്ടാകുന്ന വലിയ സൽക്കർമ്മങ്ങളായി രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗം നേടുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക. ജീവിതത്തിൽ നമുക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത നമ്മുടെ നേതാവ് സയ്യിദുന വ ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ചാരെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വീഴുന്ന മൊഴിമുത്തുകൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ആ റസൂലുള്ളാഹിൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളതാണ്, സ്വർഗത്തിലിരിക്കുക എന്നുള്ളതാണ് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അതിന് നന്മയുടെ തുലാസുകൾ കനം തൂങ്ങണമെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഫഅമ്മാ മൻ ദഖുലത് മവാസീനുഹു, ആരുടെ തുലാസുകളാണോ അന്ന് നന്മയിൽ കനം തൂങ്ങുന്നത്, ഫഹുവ ഫി ഐശത്തി റാളിയ, അവനാണ് തൃപ്തികരമായ ജീവിതമുള്ളത്. വഅമ്മാ മൻ ഹഫ്ഫത് മവാസീനുഹു, നന്മയുടെ തുലാസുകൾ കനം കുറഞ്ഞു പോയോ, ഫഉമ്മുഹു ഹാവിയ, അവൻ്റെ സങ്കേതം ഹാവിയയാണ്, ചൂടേറിയ നരകാഗ്നിയാണ് അവൻ്റെ സങ്കേതമെന്ന് ചെറുപ്പത്തിലേ നമ്മൾ ഓതി പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നന്മകൾ കൊണ്ട് സമ്പന്നമായൊരു ജീവിതം കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗം കിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം കിട്ടൂല. ഉഹുദ് മലയോളം നന്മകളുമായി വന്ന ഒരു മനുഷ്യൻ, ഉഹുദ് മലയുടെ അത്രയും നന്മകളുമായി വന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് അള്ളാഹു തആല പറയും, എൻ്റെ കാരുണ്യം കൊണ്ട്, എൻ്റെ ഔദാര്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, എൻ്റെ അമലുകൾ കണ്ട് എനിക്ക് സ്വർഗം കിട്ടൂലേ? അപ്പോൾ അള്ളാഹു തആല അവന് കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് പകരമായി അവൻ്റെ അമലുകൾ വിലയിരുത്താൻ പറയും. കണ്ണെന്ന് പറയുന്ന അനുഗ്രഹത്തിന് പകരം കണ്ണ് എന്ന് പറയുന്നൊരു അനുഗ്രഹം അള്ളാഹു തന്നില്ലേ, അതിന് പോലും അവൻ ചെയ്ത അമലുകൾ തികയില്ല എന്നാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. അവസാനം പറയുന്ന, പടച്ചോനെ, നിൻ്റെ ഔദാര്യം കൊണ്ട് എന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അപ്പോൾ അള്ളാഹിൻ്റെ ഔദാര്യം കൊണ്ടും ഒരുപാട് നന്മകൾ കൊണ്ടും മാത്രമാണ് നമുക്ക് സ്വർഗം കിട്ടുക. അതിനു വേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത്. അമലുകൾ ചെയ്യാം. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. പരലോകത്തേക്ക് ഒരുക്കി വെക്കാനുള്ള ഏറ്റവും നല്ല കൃഷിയിടമാണ് ദുനിയാവെന്നാണ് അള്ളാഹുൻ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജോലിക്കൊന്നും പോകണ്ട, നിങ്ങൾ സദാസമയം പള്ളിയിൽ ഇരുന്നോളി, എന്നിട്ട് ആരാധനകളുമായി നിസ്കാരം നോമ്പായിട്ട് കഴിഞ്ഞോളി എന്നല്ല ദീന് പഠിപ്പിച്ചത്. മറിച്ച് നമ്മുടെ ജോലികൾക്കിടയിൽ, നമ്മുടെ ഭൗതികമായ പരിശ്രമങ്ങൾക്കിടയിൽ, അതിൻ്റെ ഓട്ടത്തിനിടയിൽ പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒരുപാട് അവസരങ്ങളാണ് കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത്. അതിനെന്താ വഴി എന്നറിയോ? അതിനേറ്റവും വലിയ വഴി നമ്മുടെ നിയ്യത്താണ്. ആത്മാർത്ഥമായി അള്ളാഹുവിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആ ഒരു നിയ്യത്തിൽ ചെയ്താൽ അതിന് അല്ലാഹു തആല കൂലി നൽകുമെന്നാണ് എല്ലാ കാര്യത്തിനും. മഹാന്മാരായ മുൻഗാമികൾ പറയാറുണ്ട്, യസുർനി അൻ യകൂന ലി ഫീ കുല്ലി ഷൈഇൻ നിയ്യ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നിയ്യത്തുണ്ടാകുക എന്നുള്ളത് ഞങ്ങൾക്കേറെ ഇഷ്ടമുള്ള കാര്യമാണ്. ഹത്താ ഫിൽ അക്ലി വന്നൗം, ഏതുവരെ എന്ന് വെച്ചാൽ ഉറങ്ങണേനും ഭക്ഷണം കഴിക്കണേലും വരെ നിയ്യത്തുണ്ടാകുക എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് എന്ന്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദിനചര്യകളിലൂടെ നിയ്യത്തുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ വലിയ കൂലി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. പുണ്യങ്ങൾ ഒരുപാട് നേടാൻ നമ്മുടെ ദിനചര്യകളിലൂടെ നമുക്ക് കഴിയും. ഒട്ടുമിക്ക ഹദീസിൻ്റെയും തുടക്കത്തിൽ വന്ന ഹദീസാണ് ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങൾ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ആയത്തിൽ അല്ലെങ്കിൽ ആ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, ഇബാദാത്തു അഹ്ലിൽ അഫ്ല, ഇബാദാത്തു അഹ്ലിൽ അഫ്ല,
അശ്രദ്ധമായി ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്. അശ്രദ്ധമായിട്ട് ചെയ്യുക. നിസ്കാരത്തിന് വന്നാണ്, നിസ്കാരത്തിന് നിന്ന് നിസ്കരിച്ചാണ്ട് പോകും, അത് മനസ്സിൽ കണ്ട് ഇറങ്ങൂല. ഖുറാൻ ക്ലാസ്സിന് വന്നാണ്, ആ ഖുറാൻ ക്ലാസ് ഉള്ളിൽ കണ്ട് ഇറങ്ങൂല. പള്ളിക്കാണ് പോരുന്നത്, പക്ഷെ അതൊരു എന്താ പറയുക, ഒരു ഒഫ്ലത്തിലാണ്. എല്ലാവരും പള്ളിയിൽ പോകുന്നുണ്ട്, ഞാനിങ്ങനെ പോകുന്നുണ്ട്. ആ ഒരു ഒഫ്ലത്തിൽ പോകുന്ന ഇബാദത്തുകൾ അത് ആദാത്തുകളായി മാറുന്ന, അതായത് അതൊരു ദിനചര്യയാണ്. എല്ലാവരും പള്ളിയിൽ പോകും, ഞാനും പള്ളിയിൽ പോകുന്നുണ്ട്. എല്ലാവരും മദർസ് പോകുന്നുണ്ട്, എല്ലാവരും ഖുറാൻ ക്ലാസ്സിന് പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അത് ആദാത്തുകളായി മാറുന്ന. എന്നാൽ അതേ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരാം, ഓ ആദാത്തി അഹ്ലുൽ യഖ്ള, ഗൗരവത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് നീയത്തുണ്ടായിട്ട് നിങ്ങളൊരു കർമ്മം ചെയ്യാൻ തയ്യാറുണ്ടോ? ആ കർമ്മം നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതെല്ലാം ഇബാദത്തായി മാറുന്ന, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഏത് കാര്യവും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇന്ന് രാവിലെ നേരം വെളുത്തത് മുതൽ ഇതുവരെ ചെയ്ത നമ്മുടെ എല്ലാ ദിനചര്യകളും നമുക്ക് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. എന്നാൽ നിയ്യത്തില്ലാതെയാണ് ചെയ്തതെങ്കിലോ, ഇന്ന് രാവിലെ നമ്മൾ നമസ്കരിച്ച സുബഹി മുതൽ ഇപ്പം നമ്മൾ നമസ്കരിച്ച തറാവി വരെ അതൊരു ആദാത്തായി പോവും, വെറുതെയുള്ള കർമ്മമായി പോവും. നിയ്യത്തില്ലെങ്കിൽ, ആത്മാർത്ഥതയില്ലെങ്കിൽ അത് വെറുതെ പോവും. അതുകൊണ്ട് നമ്മൾ ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഒന്ന്, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് വലതിനെ മുന്തിക്കുക എന്നുള്ളത്. ഏത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കുക? നമ്മളെല്ലാവരും കഴിക്കുക വലത്തെ കൈ കൊണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ ഇതെൻ്റെ റസൂല് പഠിപ്പിച്ചതാണ്. ഈ വലത്തെ കൈകൊണ്ട് കഴിക്കണമെന്നുള്ളത് എൻ്റെ റസൂല് എന്നെ പഠിപ്പിച്ച സുന്നത്താണ്. അതെൻ്റെ നാഥൻ്റെ കൽപ്പനയാണ്. ഞാനത് ചെയ്താൽ എനിക്ക് കൂലിയുണ്ട് എന്ന് കരുതി ഒരു ഉരുള വായിലേക്ക് വെക്കുമ്പോൾ അതിന് വയറ് നിറയുക മാത്രമല്ല, അള്ളാൻ്റെ അടുക്കൽ പ്രതിഫലം ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്. വലത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു, വലത് കാലിൽ ആദ്യം ചെരുപ്പ് ധരിക്കുന്നു, വലതു ഭാഗത്തുനിന്ന് വസ്ത്രം ധരിക്കുന്നു, വലതു ഭാഗത്തേക്ക് മുടി ചീകുന്നു. എല്ലാത്തിനും ആ നീയത്ത് മനസ്സിലുണ്ടോ, ആത്മാർത്ഥതയുണ്ടോ, അതിന് കൂലിയുണ്ട് എന്നാണ്. നമ്മളാരത് ചെയ്യാത്ത ആൾക്കാർ? ഇന്നും നമ്മൾ വലത്തെ കൈ കൊണ്ടല്ലോ ഭക്ഷണം കഴിച്ച്, പക്ഷെ നമുക്ക് അതിൻ്റെ കൂലി കിട്ടിയിട്ടുണ്ടാവുമോ? നമ്മളെ മനസ്സിലത് വേണം. ഇതിൻ്റെ റബ്ബ് പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനത് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞിടത്ത് കാണാം, കാന യുഹിബ്ബു തയമ്മുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലത്തേതിനെ മുന്തിക്കുമായിരുന്നു. മസ്തതാഅ ഫി ശൈനിഹി കുല്ലിഹി, പ്രവാചകന്റെ മുഴുവൻ കാര്യങ്ങളിലും അദ്ദേഹം വലത്തേതിനെ മുന്തിക്കുമായിരുന്നു. ഫീ തുഹൂരിഹി, ശുദ്ധിയാക്കുന്ന കാര്യത്തിൽ, ചെരുപ്പ് ധരിക്കുന്ന കാര്യത്തിൽ, മുടി ചീകുന്ന കാര്യത്തിൽ, വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ, എല്ലാത്തിനും വലത്തെ ഭാഗത്തും തുടങ്ങുന്ന. അത് തുടങ്ങുമ്പോൾ എന്ത് നിയ്യത്ത് വേണം? ഞാനിതിൻ്റെ റസൂല് പഠിപ്പിച്ചതുകൊണ്ട് ചെയ്യാണ്, കൂലിയാണ്. നമ്മുടെ എല്ലാ കർമ്മവും നമുക്ക് കൂലി നേടാൻ കഴിയും നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം കഴിക്കണതിന് നമുക്ക് കൂലി ഉണ്ട് എന്നാണ്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ് ഭക്ഷണം കഴിക്കാൻ. പള്ളിയിലേക്ക് കയറുമ്പോൾ വലത്തെ കാല് വെച്ച് കയറണമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതിന് നമുക്ക് കൂലിയുണ്ട്. വലത്തെ കാല് വെറുതെ അശ്രദ്ധമായിട്ട് വെക്കല്ല, വെക്കുമ്പം ഇതെൻ്റെ റബ്ബ് പഠിപ്പിച്ചതാണ്, ഇതെൻ്റെ റസൂല് പഠിപ്പിച്ചാണ്. ആ നെയ്യത്തില്ലാതെ കയറി വന്ന് പള്ളിയിൽ ജുമക്കിരുന്ന് നിസ്കാരം കഴിഞ്ഞാണ്ട് ഇറങ്ങിപ്പോയാലോ ആ കൂലി നമുക്ക് പോയി. നിസ്കാരത്തിൻ്റെ കൂലി കിട്ടും അതിന് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ. പക്ഷെ ആ കയറി വരുമ്പോൾ, ആ ഇരിക്കുമ്പോൾ, ആ ഇരുത്തത്തിന് ആ കൂലികളൊക്കെ നമുക്കിടെ നഷ്ടമാണ്. അതുകൊണ്ട് ഓരോ കാര്യവും ഇടതുകാൽ വെക്കാൻ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്, അവിടെ ഇടതുകാൽ തന്നെ ഉപയോഗപ്പെടുത്തണം അവിടെ. പക്ഷെ ആ മനസ്സിലെന്ത് വേണം? ആ നെയ്യത്തുണ്ടാകണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആ നെയ്യത്ത് കിട്ടും. എല്ലാ കാര്യത്തിനും നമുക്ക് ആ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തിനാ ഭക്ഷണം കഴിക്കുന്നത്? നമ്മളെ മനസ്സിലുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സ്വന്തത്തെ കൊല്ലരുത്, ആരോഗ്യത്തോടു കൂടി നിലനിർത്തണം, ഉന്മേഷത്തോടു കൂടി നിലനിർത്തണം. എന്തിനാ? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ. എനിക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാ എനിക്ക് നല്ലപോലെ ഇബാദത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ആ ഭക്ഷണം കഴിക്കുന്നതിന് കൂലിയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്. ഇദാ അകല അഹദുക്കും ഫൽയഖുൽ ബിയമീനിഹി വഇദാ ശരിബ ഫൽയശ്റബ് ബിയമീനിഹി എന്നാണ്. നിങ്ങൾ തിന്നാണെ വലത്തെ കൈ കൊണ്ട് തിന്നണം, കുടിക്കാണെ വലത്തെ കൈ കൊണ്ട് കുടിക്കണം. അത് നാലാളുള്ള സദസ്സൊന്നും വലിയ വലിയ ആൾക്കാരിരിക്കുന്ന സദസ്സൊന്നും ഒക്കെ അതന്നെയാണ് മുസ്ലിമിൻ്റെ വക്കാറ്. അതിനാണ് ഇസ്ലാമിൻ്റെ ഇസ്സത്ത്. അത് ചെയ്യാൻ നമുക്ക് കഴിയണം. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന ശൈത്വാന യഅകുലു വയശ്റബു ബിശ്ശിമാൽ, ഇടത്തെ കൈ കൊണ്ട് കുടിക്കലും തിന്നലും അത് ശൈത്താൻ്റെ പണിയാണ്. പക്ഷെ നമ്മളാരും ഇടത്തെ കൈ കൊണ്ട് കുടിക്കില്ല, പക്ഷെ കൂലി നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. ഈ നെയ്യത്തിൻ്റെ പ്രശ്നമാണ് എന്ന് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. വസ്ത്രം വൃത്തിയാക്കൽ നമ്മൾ മാത്രം, എല്ലാവരും വൃത്തിയാക്കൂലേ? പക്ഷെ അള്ളാഹിൻ്റെ കൽപ്പനയാണത്. ഫസിയാബക വസിയാബക ഫതഹിർ, നീ നിൻ്റെ വസ്ത്രം ശുദ്ധിയാക്കണം. അത് കൃത്യമായി അലക്കി വൃത്തിയാക്കുമ്പോൾ മനസ്സിലാ നെയ്യത്തുണ്ടായാൽ മതി. സഹോദരിമാരോടാ പറയാനുള്ളത്.
നമ്മളൊക്കെ വീട്ടിലത്തെ വസ്ത്രം അലക്കുമ്പോൾ ആ ഒരു നിയ്യത്തുണ്ട്, ഇത് ഒരുപാടുണ്ട് എടങ്ങറായി എന്നല്ല, ഇതെൻ്റെ റബ്ബ് പഠിപ്പിച്ചതാണ്, ഇതെൻ്റെ റസൂല് പഠിപ്പിച്ചത്. ആ നിയ്യത്തുണ്ടെങ്കിൽ ആ വസ്ത്രം അലക്കുന്നതിന് പോലും കൂലിയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ച മതമാണ് ദീനുൽ ഇസ്ലാം എന്ന് നമ്മൾ ഉറക്കിന് കൂലിയുണ്ടെന്ന്, ഉറങ്ങണതിന് കൂലി വരും. ഏത് മതത്തിൽ അങ്ങനത്തെ ഈ റബ്ബിൻ്റെ ഒരു കാരുണ്യം നോക്കി നിങ്ങൾ, ഉറങ്ങണതിന് കൂലി. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ റസൂൽ അങ്ങനെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, മുആദേ നിന്റെ രാത്രിയിലെ ഇബാദത്തും ഖുർആൻ പാരായണമൊക്കെ എങ്ങനെയാണ്? അപ്പം അദ്ദേഹം പറയാണ്, അനാമു അവ്വലുൽ ലൈല, ഞാൻ രാത്രിയുടെ ആദ്യ ഭാഗത്തുറങ്ങും, ഞാൻ രാത്രിയുടെ ആദ്യ ഭാഗത്തുറങ്ങും. വഅഖൂമു വഖദ് ഖദിയതു ജുസ്ഇ മിനൻ നൗം, എൻ്റെ ഉറക്കിന് ഞാൻ കൊടുത്ത സമയം, ഉറങ്ങാൻ ഞാൻ നിശ്ചയിച്ച സമയം അത് കഴിഞ്ഞാൽ ഞാൻ എണീക്കും, എന്നിട്ട് ഞാൻ നിസ്കരിക്കും. ഫഅഖറഉ മാ കതബല്ലാഹു ലി, എനിക്ക് ഓതാൻ റബ്ബ് നിശ്ചയിച്ച അത്രയും ഞാൻ ഓതും. ഉറങ്ങാൻ നിശ്ചയിച്ച സമയം ഞാൻ ഓതും, ഓതാൻ വേണ്ടി ഞാൻ നിശ്ചയിച്ച അത്രയും സമയം ഞാൻ ഓതും. എന്നിട്ട് അദ്ദേഹം പറയാ, ഫഅഹ്തസിബു ഫഅഹ്തസിബു, ഞാൻ പ്രതീക്ഷിക്കുന്നു, നൗമതി, എൻ്റെ ഉറക്കിന്, കമാ അഹ്തസിബു കൗമതി, എൻ്റെ ഉറക്കിന് എൻ്റെ നിന്ന് നമസ്കാരത്തിൻ്റെ അതേ കൂലി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹിനോടാ പറയണത്. റസൂലുള്ളാഹി അത് അംഗീകരിക്കുക. കാരണം എന്തിനാ? നേരത്തെ ഉറങ്ങാൻ കിടന്നത് എന്തിനാ? നേരത്തെ നീക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം. ആ ഉറക്കിന് അങ്ങനത്തെ ഒരു നിയ്യത്ത് വെച്ച് ഇന്ന് കിടക്കുമ്പോൾ, പടച്ചോനെ അത്താഴത്തിന് കുറച്ച് നേരത്തെ എണീറ്റ് ഒന്ന് ഖുർആൻ ഓതിയിരിക്കണം, അതുകൊണ്ട് ഞാൻ നേരത്തെ കിടക്കുകയാണ്, നിയ്യത്ത് വെച്ച് കിടന്നാൽ ആ ഉറക്കിന് കൂലിയുണ്ട് എന്നാണ് ദീനുൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വെറുതെ കളയാൻ ഒന്നുമില്ല നമ്മളെ കയ്യിൽ, ഒന്നുമില്ല. വലിയ പ്രതിസന്ധികളിൽ അല്ലാഹു തആല രക്ഷപ്പെടുത്തുന്നത് ഒരു സുന്നത്ത് നിസ്കാരമായിരിക്കും. ഖബറിൻ്റെ അടുക്കലൂടെ റസൂൽ അങ്ങനെ നടന്നു പോവുക. അപ്പോൾ റസൂൽ പറയാണ്, ആ ഖബറിൽ കിടക്കുന്ന ആൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു സുന്നത്ത് നിസ്കാരത്തിനായിരിക്കും എന്നാണ്, ഒരു തസ്ബീഹിനായിരിക്കും, ഒരു തഹ്മീദിനായിരിക്കും, അതൊന്നധികം ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ടൊന്നും കളയാനില്ല. റെസ്റ്റ് എടുക്കുന്നത് ഉന്മേഷത്തോടു കൂടി അള്ളാൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ. എന്നാൽ നമ്മളെ ഭൗതിക കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നമുക്ക് വിചാരിക്കുക. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്, സമ്പാദിക്കുന്നവരാണ്, പകലന്തിയോളം കഷ്ടപ്പെട്ട് പൊരിവയലിൽ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട്, പ്രവാസത്തിലേക്ക് തൻ്റെ ജീവിതത്തെ വലിച്ചെറിഞ്ഞ മനുഷ്യരുണ്ട്, മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആൾക്കാരുണ്ട്, കടലിൻ്റെ അടിത്തട്ടിൽ പണിയെടുക്കുന്ന മനുഷ്യരുണ്ട്. എല്ലാവരും കുടുംബത്തിന് വേണ്ടി പണിയെടുക്കുകയാണ് അല്ലേ? ഈ അധ്വാനങ്ങൾ ഇന്ന് വരെ 18 വയസ്സ് തികഞ്ഞത് മുതൽ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പേ നമ്മൾ തുടങ്ങിയ അധ്വാനങ്ങളെ അല്ലാഹു തആല കൂലി തരുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ നമുക്ക് കഴിയുമെന്നാണ് റസൂല പഠിപ്പിച്ചത്. റസൂല പറയാ, ഒരു മനുഷ്യൻ ഭക്ഷിക്കുന്ന ഏറ്റവും ഉത്തമമായ ഭക്ഷണം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണെന്ന്. ഈ നിയ്യത്ത് മനസ്സിലുണ്ടോ? വീട്ടിൽ നിന്നിറങ്ങി ബൈക്കുമ്മ കയറി പണിസ്ഥലത്തേക്ക് പോണ പോക്കിന് കൂലിയുണ്ട്. എന്തിനാ നമ്മളിത് കളയുന്നത്? വലിയ പ്രതിഫലങ്ങളുടെ അവസരങ്ങൾ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചിരാ. എന്നിട്ട് ആ അധ്വാനത്തിലൂടെ കിട്ടി ഒരു സമ്പാദ്യം കിട്ടി. ആ സമ്പാദ്യം ഇദാ അൻഫഖർ റജുലു അലാ അഖ്ലിഹി, ഒരു മനുഷ്യൻ ചെലവഴിക്കുന്നതിൽ ഏറ്റവും ഉത്തമമായ ചെലവഴിക്കുന്നത് താൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണെന്ന്. അപ്പോൾ സ്വന്തം മക്കൾക്കും ഭാര്യക്കും മാതാപിതാക്കൾക്കും ചെലവഴിക്കാത്ത ആരായി കൂട്ടത്തിൽ ഇരിക്കുന്നത്? ഈ ചെറിയ കുട്ടികളല്ലാത്ത നമ്മളെല്ലാവരും അതിന് ഓടുന്നതല്ലേ? ആ ഓട്ടം കൂലിയുള്ളതാണ്. ആ ഓട്ടത്തിന് പ്രതിഫലം നൽകാം, ആ ഓട്ടത്തിന് വലിയ കൂലി നൽകാം. അല്ലാഹു തആല പറഞ്ഞു, പക്ഷെ നിയ്യത്ത് ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. ഇറങ്ങി പുറപ്പെടുമ്പോൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങണമെന്നാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരണം അല്ലേ? അങ്ങനെ നമ്മൾ ചെലവഴിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, യഹ്തസിബുഹ, എന്നിട്ട് അതിന് പ്രതിഫലം ആഗ്രഹിച്ചാൽ ലഹു സ്വദഖ, സ്വദഖന്റെ കൂലിയുണ്ട്. പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുത്തതിന് സ്വദഖന്റെ കൂലി തരാൻ കാരുണ്യവാനായ റബ്ബ് പറഞ്ഞത്. പക്ഷെ ആ നെയ്യത്ത് ഉണ്ടാകണം മനസ്സിൽ. ഞാൻ കൊടുക്കണത് അതിനു വേണ്ടി, എൻ്റെ റബ്ബിൻ്റെ കൂലിക്കും വേണ്ടിയാണ്. ആ ഒരാഗ്രഹവും ആ നീയത്തും സഹോദരന്മാരെ നമുക്കുണ്ടെങ്കിൽ ഇന്ന് വരെ നമ്മൾ അധ്വാനിച്ച അധ്വാനങ്ങളെ മീസാനിൽ കനം തൂങ്ങുന്ന ഇബാദത്തുകളാക്കി മാറ്റാൻ കഴിയുമെന്ന് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളെ ജീവിതത്തിൻ്റെ 24 മണിക്കൂറും നമുക്ക് അള്ളാൻ്റെ പ്രതിഫലം കിട്ടുന്നതാക്കാം. നമ്മുടെ ഉറക്കത്തിന് താടി വളർത്തുക എന്ന് പറഞ്ഞാൽ റസൂലുള്ള പറഞ്ഞ എന്താ? ഉറങ്ങുമ്പോൾ കൂലിയിടണം നീയത്തെന്ന. ഇപ്പോഴത്തെ മോഡൽ കണ്ടിട്ടല്ല, ഞാൻ വളർത്തുന്നത് അള്ളാൻ്റെ റസൂലിൻ്റെ ചര്യയാണ്, ഉറങ്ങുമ്പോൾ വരെ കൂലി കിട്ടുന്ന. എത്രയോ സൽക്കർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ ഈ പറഞ്ഞ വാചകങ്ങൾ ചെയ്യാത്ത ആരാളുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഹദീസിൽ റസൂലുള്ള പറയാ, തബസ്സുമുക ഫീ വജി അഹീഹി,
അഖീകലക സ്വദഖ, നിന്റെ സഹോദരനെ കണ്ടുമുട്ടുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി ഒന്ന് കണ്ടുമുട്ടുക, സ്വതക്കൻ്റെ കൂലിയുണ്ട്. നമ്മൾ ചങ്ങായിമാരെ കണ്ട ചിരിച്ച് വർത്താനം പറയില്ലേ, സ്വതക്കൻ്റെ കൂലി വരും. നെയ്യത്തുണ്ടായാൽ മതി, നെയ്യത്തുണ്ടായാൽ മതി. വഅംറുൻ ലക ബിൽ മഅറൂഫി വനഹ്യുൻ ലക അനിൽ മുൻകർ വനഹ്യുക അനിൽ മുൻകർ, നീ ചെയ്യുന്ന നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, സ്വതക്കയുടെ കൂലി തരാം. വഴി അറിയാത്ത മനുഷ്യന് വഴി കാണിച്ചു കൊടുത്താൽ സ്വതക്കയുടെ കൂലി തരാം. പിന്നെയോ അള്ളാഹു കണ്ണ് കാണാത്ത ഒരാളെ സഹായിച്ചു. കണ്ണ് കാണാത്ത ഒരാൾ മോനതെന്താ വായിക്കാന്ന് ചോദിച്ചു, നമ്മളെടുക്കൽ വന്നു, വായിച്ചു കൊടുത്തു, സ്വതക്കൻ്റെ കൂലിയുണ്ട്. പിന്നെയോ ഒരാൾ റോഡ് മുറിക്കാൻ വേണ്ടി സഹായം ചോദിച്ചു, ചെയ്തു കൊടുത്തു, സ്വതക്കയുടെ കൂലിയുണ്ട്. വഴിയിലെ വഴിയിലെ കല്ലും മുള്ളും മാലിന്യങ്ങളും, നടന്നു പോകുമ്പോൾ റോഡ് സൈഡിൽ ഒരു കല്ലുണ്ട്, കാലോണ്ടത് അങ്ങോട്ട് തോണ്ടിയിട്ട് മനസ്സിലൊരു നെയ്യത്തുണ്ടായാൽ മതി, പഠിച്ചോനെ വഴിയത്തെ മാലിന്യം നീക്കൽ സുന്നത്താണല്ലോ, അങ്ങോട്ട് നീക്കിയിട്ട് അതിന് കൂലിയുണ്ട്. കാരുണ്യവാനായ റബ്ബ് നമുക്ക് തന്ന ഓഫറാണ്. എന്നിട്ടാണ് നമ്മളെന്ത് ചെയ്യുക, ഇതൊന്നും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. ഈ ഒരു നെയ്യത്തിൻ്റെ കാരണം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ കൂലികൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാ കർമ്മത്തിനും നെയ്യത്തുണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നെയ്യത്തില്ലെങ്കിലോ നമ്മൾ ഈ പറഞ്ഞ ഒന്നും കൂലിട്ടില്ല. സുബ്ഹാനല്ലാഹ് ചൊല്ലി, അൽഹംദുലില്ലാ ചൊല്ലി, നമസ്കരിച്ചു, ജമാഅത്തിനുണ്ടായിരുന്നു, സുബിഹി മുതൽ ഇശാ വരെ ജമാഅത്ത് നമസ്കരിച്ചു, ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തു, ഒരുപാട് സ്വതക്ക കൊടുത്തു. പക്ഷെ പ്രതിഫലം കിട്ടണം പഠിച്ചോനെ, നിനക്കും വേണ്ടിയാണ് ഞാനിത് ചെയ്യണമെന്നുള്ള ഒരു നെയ്യത്തില്ലെങ്കിലോ ഈ ചെയ്തതെല്ലാം വെറുതെ ആയിന്നാണ്. മനസ്സിലായല്ലേ നമുക്ക്? അതുകൊണ്ട് ആത്മാർത്ഥമായ ഒരു നിയ്യത്ത് എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇനി അത് മാത്രമല്ല സഹോദരന്മാരെ, വലിയ പരീക്ഷണങ്ങളുണ്ടാവും. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളുണ്ടാവും. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി സൈനബ റളിയല്ലാഹു അൻഹയുടെ കുട്ടി രോഗാസന്നനായി മരണം അടുത്തിങ്ങനെ കിടക്കുക. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് അവരാളയച്ചു. റസൂലുള്ളാഹി ആദ്യം പറഞ്ഞു, ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അഅത, അല്ലാഹു എന്തൊക്കെ നിന്നിന്ന് എടുത്തോ, എന്തൊക്കെ അനക്ക് തന്നോ അതൊക്കെ അല്ലാഹുവിൻ്റെതാണ്. വകുല്ലുൻ ഇൻദഹു, അല്ലാഹുവിൻ്റെ അടുക്കൽ, അല്ലാഹുവിൻ്റെ അടുക്കൽ എല്ലാത്തിനും ലി അജലി മുസമ്മ, ഒരു സമയമുണ്ട്. അതുകൊണ്ട് ബേജാറാകണ്ട. അല്ല എന്തേ തിന്നണോ അത് അള്ളാഹുവിൻ്റെതാണ്, അല്ല എന്തേ എടുത്തണോ അതും അള്ളാഹുവിൻ്റെതാണ്. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂൽ പറയാ, വസ്ബിർ, അതുകൊണ്ട് നീ ക്ഷമിക്കണം. എന്നിട്ടോ ഫൽയഹ്തസിബ്, നീ പ്രതിഫലം ആഗ്രഹിക്കണം. പ്രയാസങ്ങളും പ്രതിസന്ധി ഉണ്ടാവുമ്പോഴേ നെഞ്ഞത്തടുത്തി ആർത്തലച്ച് കരഞ്ഞ ഒന്നും കിട്ടൂല. അവിടെ ക്ഷമിച്ചോളി, ഫൽയഹ്തസിബ്, പ്രതിഫലം ആഗ്രഹിച്ചോളി, കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ ചെറിയൊരു ശ്രദ്ധ മതി. ദിനേന ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് വലിയ പ്രതിഫലമായി രേഖപ്പെടുത്തുന്ന കർമ്മങ്ങളാക്കാൻ കഴിയും. മാത്രമല്ല സഹോദരന്മാരെ, നമ്മൾ ഒന്നും കൂടി ആലോചിക്കേണ്ട എന്താ അറിയോ, ഇങ്ങനെയൊക്കെ സ്വർഗം നേടാൻ അല്ലാഹു തആല അവസരം തന്നിട്ടും പരലോകത്ത് സ്വർഗം നേടാൻ പറ്റൂലെങ്കിൽ ഒരു നന്മ ചെയ്താൽ 10 കൂലിയാണ്. ഒരു മഗ്‌രിബ് അല്ലെങ്കിൽ ഒരു നന്മ, ഒരു സ്വതക്ക കൊടുത്തു, അത് ഏറ്റവും മിനിമം ആത്മാർത്ഥാണോ കൊടുത്തത്, നിയ്യത്ത് മനസ്സിലുണ്ടോ, നമ്മുടെ കർമ്മങ്ങളുടെ തുലാസിൽ 10 സ്വതക്ക അല്ലാഹു തആല രേഖപ്പെടുത്തുന്ന ഏറ്റവും മിനിമം. ഒരു തിന്മ ചെയ്താലോ ഒരു തിന്മ രേഖപ്പെടുത്തുന്നുള്ളൂ. ഒരു മനുഷ്യൻ എന്നിട്ടും അവന്റെ തിന്മകളുടെ തുലാസ് കനം തൂങ്ങി അവൻ നരകത്തേക്ക് പോണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, ചെയ്ത നന്മകളുടെ 10 ഇരട്ടിയിലധികം തിന്മ ചെയ്തിട്ടാ ഇവൻ നടന്ന്. പിന്നെ അവർക്ക് നരകല്ലാതെ എന്താ കിട്ടുക? എന്തൊക്കെ അവസരപ്പ് സ്വർഗം നേടാൻ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഈമാൻ ശരിയാകണം, നമ്മുടെ നിർബന്ധ കാര്യങ്ങളിൽ കണിശതയുണ്ടാകണം, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം, ശരിയായ തൗഹീദ് ഉണ്ടാകണം. എന്നിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മനസ്സിൽ നിയ്യത്തുണ്ടോ, നിങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകാമെന്ന് കാരുണ്യവാനായ റബ്ബ് തന്ന ഓഫറാണ്. അതുകൊണ്ട് ഏത് കാര്യവും ആ ഒരു ശ്രദ്ധ കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക. ഒരുപാട് കർമ്മങ്ങൾ അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയ തെറ്റുകൾ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ തമ്പുരാനെ. വലതു കൈ ഗ്രന്ഥമേറ്റു വാങ്ങി സന്തോഷത്തോടു കൂടി സ്വർഗ്ഗത്തിലേക്ക് പോകാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.